കഴിഞ്ഞ ദിവസങ്ങൾ പത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ സജീവമായി നിൽക്കുന്ന ഒരു സംഭവം നമ്മുടെയൊക്കെ സമുദായത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ തൻ്റെ വാഹനമിടിച്ച് പരിക്കേൽപ്പിക്കുകയും ആ പരിക്കിൻ്റെ ആഘാതത്തിൽ ഒരു കാവൽക്കാരൻ മരിച്ചു പോവുകയും ചെയ്ത വാർത്ത പത്രങ്ങൾ വളരെ പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ മനുഷ്യരിലെ ചില സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഈ മനുഷ്യനെ ഇത്തരമൊരു അവസ്ഥയിലേക്ക് എത്തിച്ച ആ മാനസിക അവസ്ഥ തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ആ മാനസികാവസ്ഥയെ നമ്മൾ വളരെ ഗൗരവമായി ശ്രദ്ധിക്കേണ്ടതുമാണ് എന്ന് നമ്മൾ ഇത്തരം വാർത്തകൾ വായിക്കുമ്പോൾ ആലോചിക്കുക. ഒന്ന് പ്രധാനമായും ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതിൻ്റെ ഒരു പ്രധാന കാരണം നമുക്കറിയാം, പത്രങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയതും ഒരു യാഥാർത്ഥ്യവും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗമാണ്. ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്ന ഒരാൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്താം. അത് ഏതു തലങ്ങളിലുള്ള മനുഷ്യനായാലും അത് ഇതുപോലെ എത്താം. വലിയ പണക്കാരനും സ്വാധീനവുമുള്ള ആളുകൾ ലഹരി പദാർത്ഥം ഉപയോഗിക്കുമ്പോൾ, ഇത്തരത്തിൽ വലിയ വലിയ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഏതൊരാളും ഉപയോഗിച്ചാൽ അതിൻ്റെ ഫലം ഇതോ അല്ലെങ്കിൽ ഇതിന് സമാനമായ കാര്യങ്ങളുമാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മുടെ തലമുറയെ, നമ്മുടെ കുട്ടികളെ ഈ ലഹരിയുടെ കാര്യങ്ങളെപ്പറ്റി ബോധവൽക്കരിക്കേണ്ടതുണ്ട്. അത് ഈ കാലത്ത് ഇന്ന് വളരെ പ്രത്യേകമായി ബോധവൽക്കരിക്കേണ്ടതുണ്ട്. ലഹരി പദാർത്ഥം വളരെ സുലഭമായി ലഭ്യമാകുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ ഭാഗങ്ങളിലൊക്കെ ഉള്ളത് എന്ന് പത്രങ്ങൾ ഫീച്ചറുകൾ നിരത്തിക്കൊണ്ട് നമ്മയൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, അറിയിക്കുന്നുണ്ട്. മുസ്ലിം സമുദായത്തിൽപ്പെട്ട ധാരാളം ആളുകൾ ഇത്തരം ലഹരി പദാർത്ഥങ്ങളിലൂടെ പണമുണ്ടാക്കാൻ വേണ്ടി അതിൻ്റെ കാരിയർമാരാവുകയും മറ്റു പല ആളുകളെയും വഴിതെറ്റിക്കുകയും ചെയ്യുന്നതിൻ്റെ കഥകളും അതിൻ്റെ പല വാർത്തകളും നമ്മൾ വായിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ നമ്മളുടെ കാര്യത്തിലാണ് കൂടുതൽ ജാഗ്രത. നമ്മുടെ മക്കളെ, നമ്മുടെ ചെറുപ്പക്കാരെ, നമ്മുടെ കുട്ടികളെ, നമ്മുടെ നാട്ടുകാരായ ആളുകൾ, കുട്ടികളും ചെറുപ്പക്കാരും വിദ്യാർത്ഥികളുമായ ആളുകൾ ഇത്തരം കാര്യങ്ങളിലേക്ക് നീങ്ങുന്നുണ്ടോ ഇല്ലേ എന്നത് വളരെ വിജിലൻ്റായി ശ്രദ്ധിക്കേണ്ട ഉത്തരവാദിത്തം രക്ഷിതാക്കൾക്കുണ്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ള നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സാമൂഹ്യ സംഘടനകൾക്കുണ്ട്, അതുപോലെ മറ്റു കൂട്ടായ്മകൾക്കുണ്ട്, വ്യക്തികൾക്കുണ്ട്. നമ്മൾ ശരിയായ രീതിയിൽ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ മക്കൾ അല്ലെങ്കിൽ അടുത്ത തലമുറ ഏതൊരു വിധാനത്തിലേക്ക് നീങ്ങും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത്തരം അവസ്ഥകൾ ഉണ്ടാകുന്നതിനെ പറ്റിയുള്ള വളരെ മോശമായ റിസൾട്ട് അല്ലെങ്കിൽ വളരെ മോശമായ വിവരങ്ങൾ നമ്മളുടെ മുമ്പിലൂടെ കടന്നു പോവുകയാണ്. സ്കൂളുകളിൽ, കോളേജുകളിൽ പല രീതിയിലും കുട്ടികളെ ഈ ലഹരി പദാർത്ഥത്തിലേക്ക് കൊണ്ടുപോകുന്ന, ലഹരിക്ക് അടിമയാക്കുന്ന ഒരുപാട് ലോഭികൾ അല്ലെങ്കിൽ അത്തരം സാമൂഹ്യ ദ്രോഹികൾ പ്രവർത്തിക്കുന്നു എന്നത് വളരെ ഭീകരമായ ഒരു യാഥാർത്ഥ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് പല രീതിയിലാണ്, പലതരം ലഹരി പദാർത്ഥം. ഇപ്പോൾ അടുത്ത ദിവസം ചില ആളുകൾ ഒന്ന് പറയുകയുണ്ടായി, നമ്മുടെ നാട്ടിലെ ചില കടകളിൽ ലഭിക്കുന്ന ഒരു തരം ഗമ്മുണ്ടത്രേ, ഒരു പശയുണ്ടത്രേ. ആ പശ അത് കുട്ടികൾ ധാരാളമായി വാങ്ങുകയും ആ പശ ഒരു പ്രത്യേകമായ രീതിയിൽ ശ്വസിക്കുകയോ അതല്ലെങ്കിൽ അത് പ്രത്യേകമായ രീതിയിൽ വെക്കുമ്പോൾ ലഹരി ലഭിക്കുന്നുണ്ട്. അങ്ങനെ
ഒരുപാട് സാധനങ്ങൾ നമ്മൾ സാധാരണയായി നിത്യ ഉപയോഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പല സാധനങ്ങളും അത് ലഹരിയായി ഉപയോഗിക്കാവുന്ന പല വിദ്യകളും പഠിപ്പിക്കുകയും അത് കച്ചവടം നടത്തുകയും അതിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ അരീക്കോടും അരീക്കോട്ടെ കടകളിലും മറ്റു പല സ്ഥലങ്ങളിലും ഉണ്ട് എന്ന് അതുമായി ബന്ധപ്പെട്ട പല ആളുകളും നമ്മളോട് ഉണർത്തുകയാണ്. അതുപോലെ നമ്മളുടെ കോളേജുകളിലും സ്കൂളുകളിലും അതുപോലെ പെരുമ്പറമ്പ് സ്കൂളുകളിലും പെരുമ്പറ പരിസരങ്ങളിലും അതുപോലെ ആ സ്ഥലങ്ങളിലൊക്കെ ഈ ലഹരി പദാർത്ഥങ്ങൾ അഥവാ കഞ്ചാവും അത്തരം കാര്യങ്ങൾ കുട്ടികൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ആളുകൾ, കുട്ടികളുടെ ഇടയിൽ തന്നെ അതിനുള്ള കാരിയറുകളായിട്ടുള്ള കുട്ടികൾ തന്റെ സുഹൃത്തുക്കളെ ആ ലഹരിക്ക് അടിമപ്പെടുത്താൻ ശ്രമിക്കുന്ന അതിനുവേണ്ടി പ്രത്യേകം നിയുക്തരായ കുട്ടികൾ, ഇങ്ങനെ ഒരുപാട് തലങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കളുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരാള് നമ്മളെ മക്കളെ പറ്റി നിങ്ങളുടെ മോൻ ഇങ്ങനെ ചില വിഷയങ്ങളിൽ ഉണ്ടിട്ടോ എന്ന് പറഞ്ഞാൽ അത് വളരെ ഗൗരവമായി എടുക്കണം. എന്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യൂല, എന്റെ മോൻ വളരെ ഉഷാറാണ്, ആ ഒരു ധാരണ നമ്മൾ തീർച്ചയായും കൈയൊഴിക്കേണ്ടതുണ്ട്. അതുപോലെ നമ്മുടെ മോളാണെങ്കിലും അങ്ങനെ തന്നെ. നമ്മളുടെ മക്കൾ നമ്മളുടെ ഈ കാലഘട്ടം ആ രീതിയിലേക്കാണ് നീങ്ങുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ രീതി എപ്പോഴും രക്ഷിതാക്കൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. കാരണം പണം, അവരുടെ കയ്യിൽ ആവശ്യത്തിനുള്ള പണമുണ്ട്. നമ്മൾ പല രീതിയിലും പണം നൽകുന്നുണ്ട്, പല രീതിയിലും പണം ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ കൂട്ടുകെട്ട്, അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ മക്കളുടെ കൂട്ടുകെട്ട് രക്ഷിതാക്കൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വലിയ അപകടത്തിലേക്ക് പോകും. തന്റെ മക്കളുടെ കൂട്ടുകെട്ടിൽ ഏതെങ്കിലും ഇത്തരം കാര്യങ്ങൾക്ക് കുപ്രസിദ്ധി ആർജിച്ച കുട്ടികൾ ഉണ്ടെങ്കിൽ അവരെ കൂട്ടുകെട്ടിൽ നിന്ന് തടയേണ്ടതുണ്ട്. ആരെങ്കിലും രണ്ടാളുകൾ വന്ന് നിങ്ങളുടെ മക്കൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അത് ഗൗരവമായി എടുക്കുകയും പറഞ്ഞ ആൾക്കാരെ മേക്കെട്ട് കയറുകയും ചെയ്യല്ലാത്ത ഒരു രീതി നമ്മൾ ഉണ്ടാകണം. അത് വളരെ നസീഹത്തോടു കൂടി സ്വീകരിക്കുകയും അത് ശരിയാകാമെന്ന് വിചാരിക്കുകയും ചെന്ന് ഉടൻ തന്നെ മകനെ പിടിച്ച് തല്ലണമെന്നല്ല പറയണത്. അങ്ങനെ ഉണ്ടോ എന്ന് നമുക്ക് ആലോചിക്കാം, അതിനെപ്പറ്റി പരിശോധിക്കാം, അത് ശരിയാണോ അല്ലേ എന്ന് വിലയിരുത്താം. വിലയിരുത്തിയതിനു ശേഷം മക്കളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വളരെ ശ്രമിക്കേണ്ടത്. ഇല്ലെങ്കിൽ ഇപ്പോ നമ്മളൊരു നിശാമിനെ പറ്റിയാണ് നമ്മൾ പത്രങ്ങൾ വായിക്കുന്നത്. ഇത് ഏത് നാട്ടിലും ഏത് രീതിയിലുണ്ടാ. അദ്ദേഹം ഒരു വലിയ പണക്കാരനായപ്പോ ആ പണത്തിൻ്റെതായ ഒരുപാട് വശങ്ങൾ ഉണ്ടായെങ്കിലും അതിന്റെ അടിസ്ഥാന ഘടകം ഇത്തരം കൊക്കൈനാണെങ്കിലും ശരി, അതുപോലെ തന്നെ മരിജുവാന ആണെങ്കിലും ശരി, അതല്ലെങ്കിൽ കഞ്ചാവാണെങ്കിലും മറ്റേത് ലഹരി പദാർത്ഥങ്ങളാണെങ്കിലും അതൊക്കെ മനുഷ്യനെ ഈ രീതിയിൽ ക്രിമിനലുകളാക്കുകയും അവൻ ആ രീതിയിൽ ഒരുപാട് തലങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യും. ആ വശം നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. രണ്ടാമത്തത് ഈ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതി എന്താന്ന് വെച്ചാൽ മനുഷ്യന്റെ അഹങ്കാരമാണ്. നമ്മൾ ഒരിക്കലും ഒരാളിൽ ഉണ്ടാകാൻ അഹങ്കാരം നമ്മൾ ആലോചിച്ച് നോക്കുക. ഒരു വാതിൽ തുറക്കാൻ ഒരല്പം വൈകി എന്നതിന്റെ പേരിൽ ഒരു മനുഷ്യരോട് ഈ രീതിയിൽ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് ആ മനുഷ്യന്റെ മനസ്സിൽ കുടികൊള്ളുന്ന അഹങ്കാരമാണ്. അഹങ്കാരം എന്നത് മനുഷ്യനെ എന്തും ചെയ്യിക്കുന്ന ഒരു സംഗതിയാണ്. പരിശുദ്ധ ഖുർആൻ വളരെ വളരെ ഗൗരവമായി കൊണ്ട് തന്നെ ഉണർത്തിയ ഒരു സംഗതിയാണ്. ഈ മനോഗതി എന്ന് പറയുന്നത് അത് കാലാകാലങ്ങളിൽ ഒരുപോലെയാണ്. ഫിർഔനെ പറ്റി നമുക്ക് പറഞ്ഞു തരുന്നത് അഹങ്കാരത്തിന്റെ ഒരു മൂർത്തിമൽ ഭാവമായി കൊണ്ടാണ്. അതുപോലെ തന്നെ പിശാചിനെ പറ്റി നമുക്ക് പറഞ്ഞു തരുന്നത് അഹങ്കാരം കൊണ്ടാണ് പിശാച് ആദമിനെ സുജൂദ് ചെയ്യാതിരുന്നത് എന്നാണ് ഖുർആൻ പറയുന്നത്. ഫിർഔനിന്റെ അഹങ്കാരത്തിന്റെ ഒരു രീതി ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നതാണ്. വഖാല ഫിർഔൻ യാ അയ്യുഹൽ മലു മാ അലിംതു ലക്കും മിൻ ഇലാഹിൻ ഗൈരി, മറ്റൊരു ദൈവമുള്ളതായിട്ട് എനിക്കറിയില്ല. ഫൗഖിദ് ലി യാ ഹാമാൻ അല തീനി ഫജൽ ലി സർഹൻ ലഅല്ലി അത്തനി ഇലാ ഇലാഹി മൂസ. ഹാമാൻ തന്റെ മന്ത്രിയെ വിളിച്ചു പറഞ്ഞു, ഹാമാൻ നീ ആ ചൂളയൊക്കെ മണ്ണൊക്കെ ഒന്ന് ചൂളക്കിട്ട് ഒരു വലിയ ഒരു സ്തൂപം ഉണ്ടാക്കിക്കൊണ്ടാ ഞാനൊന്ന് കയറി നോക്കട്ടെ, ഈ മുഹമ്മദ് പറയണേ ദൈവം അവിടെ ആകാശത്തോടെങ്കിലും ഉണ്ടോ എന്ന് ഞാനൊന്ന് കയറി നോക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഫജല്ലി സർഹൽ അത്തലി ഇലാ ഇലാഹി മൂസ വൈനിലാ ദുന്നു മിനൽ കാദിം, കളവ് പറയാണ് അവൻ, അതുകൊണ്ട് ഞാനൊന്ന് കയറി നോക്കട്ടെ. അഹങ്കാരമാണ്. അതാണ് ഖുർആൻ വസ്തക്ബറ ഹുവ വജുനൂദുഹു. ഫിർഔനും ഫിർഔന്റെ കൂടെ ഉണ്ടായിരുന്ന അതിന്റെ പ്രവൃത്തികളും അവരൊക്കെ അഹങ്കാരികളായി മാറിയുണ്ട്. പക്ഷേ അവരതുപോലെ തന്നെ അവരെ സംബന്ധിച്ച് പറഞ്ഞു വന്നു അല്ലോ മിലൈന തുർജാവൻ, നമ്മളിലേക്ക് മടങ്ങി വരൂല എന്നാണ് അവരൊക്കെ വിചാരിച്ചത്. എല്ലാ അഹങ്കാരത്തിന്റെയും ഈ രീതിയാണ്. ഇത് അഹങ്കാരം എന്ന് പറയുമ്പോൾ ആ ഒരു ലെവലിൽ എത്തില്ലെങ്കിലും നമ്മളിലും പല രീതിയിലുള്ള അഹങ്കാരങ്ങൾ ഉണ്ടാവുമല്ലോ. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ഒരാൾ അഹങ്കാരത്തെ പറ്റി ചോദിച്ചപ്പോ റസൂലുള്ളാഹി ഇതിനെ പറ്റി പറഞ്ഞത് എന്താണ്? ബത്റുൽ ഹഖ്,
സത്യത്തെ മറച്ചു വെക്കുകയും മറ്റുള്ളവരെ കൊച്ചാക്കി കാണുകയും ചെയ്യുക. അതാണ് അഹങ്കാരത്തിന് എന്ന് പറയുന്നത്. അത് നമ്മളിൽ ഉണ്ടോ എങ്കിൽ അതിങ്ങനെ വളർന്നു വളർന്നു വരുമ്പോ തന്റെ കയ്യിൽ പണവും സ്വാധീനവും ഒക്കെ ഉണ്ടാവുമ്പോ ഇപ്പോ പറഞ്ഞ രീതിയിൽ ആ സംഗതി എടുക്കും. എന്താ ഇപ്പൊ ഞാൻ വരുമ്പോ എന്താ അവൻ എഴുന്നേറ്റ് നിൽക്കാത്തത്, അവനെന്താ എന്നെ സല്യൂട്ട് ചെയ്യാത്തത് എന്നൊക്കെ തോന്നും മനുഷ്യന്മാർക്ക്. അത് അവനവന്റെ വലുപ്പവും പണമൊക്കെ കൂടുമ്പോ ഉണ്ടാകണ. അപ്പൊ മറ്റുള്ളവരെ ചെറുതാക്കി കാണുക എന്ന ഒരു സ്വഭാവം അത് നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. അതാണ് അഹങ്കാരത്തിന്റെ ഏറ്റവും തുടക്കമായിക്കൊണ്ട് നമ്മളിൽ ഉണ്ടാകേണ്ടത്. എല്ലാ മനുഷ്യന്മാരും അവൻ എത്ര പണമുള്ളവനാണെങ്കിലും പണമില്ലാത്തവനാണെങ്കിലും ശരി, കഴിവുള്ളവനും കഴിവില്ലാത്തവനും അവിടെയൊക്കെ അവനൊരു കൊച്ചാക്കി കാണുകയും ചെറുതാക്കി കാണുകയും ചെയ്യാൻ പാടില്ല. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ലുക്മാൻ തന്റെ മകനെ ഉപദേശിക്കുന്ന ഒരു കാര്യമുണ്ട്. ലാ തുസഇർ ലിന്നാസി വലാ തംശി ഫിൽ അർളി മറഹൻ ലാ തുസഇർ ഫിൽ നാസ്. ആളുകളെ നീ ചെറുതായി കാണരുത്, ആളുകളോട് നീ മുഖം കൂട്ടി സംസാരിക്കരുത്. എന്താണ്? അതുപോലെ തന്നെ വലാ തംശി ഫിൽ അർളി മറഹൻ, ഭൂമിയിലൂടെ നാട്ടിലൂടെ നീ പൊളച്ചു നടക്കരുത്. പൊളച്ചു നടക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആഹ്ലാദം, തനിക്കെന്തിനും കഴിയും എന്ന രീതിയിൽ നാട്ടിലൂടെ നടക്കാൻ പറ്റൂല. നടക്കരുത് എന്ന് പറഞ്ഞാൽ രണ്ട് കാലിൽ തന്നെ നടക്കുന്ന രീതിയല്ല. അത് കാറിൽ പോകുമ്പോഴും ബസ്സിൽ പോകുമ്പോഴും അതുപോലെ സ്കൂട്ടറിൽ പോകുമ്പോഴൊക്കെ ഒരു മര്യാദക്ക് ആളുകൾ ഉള്ളൊരു റോഡാണെങ്കിൽ ആ റോട്ടിൽ പോകുന്നതിന് ആ രീതിയിലേ പോകാൻ പാടുള്ളൂ. അവിടെ മറഹായിക്കൊണ്ട് യാഗെ അടിച്ചു പൊളിച്ചു പോകുക എന്ന് പറഞ്ഞ രീതി, അത് ബൈക്ക് ഓട്ടുകയാണെങ്കിലും ശരി, കാർ ഓട്ടുകയാണെങ്കിലും ശരി, ബസ് ഓട്ടുകയാണെങ്കിലും ശരി, അവിടെയൊക്കെ ഈ റോട്ടിൽ വേറെ ആളുകളുണ്ട്, അവരെയൊക്കെ പരിഗണിക്കേണ്ടതുണ്ട്. അവരൊന്നും എനിക്കൊരു വിലയല്ല, അല്ലെങ്കിൽ ബൈക്കാർ എനിക്കൊരു പ്രശ്നമല്ല എന്ന് വിചാരിച്ച് കാറിൽ ഓട്ടിപ്പോവുക. അങ്ങനെ മറ്റുള്ളവരെ ചെറുതായി കാണുക, താനല്ലാത്തവരെ ചെറുതായി കണ്ടുകൊണ്ട് താൻ തോന്നിയ പോലെ ജീവിക്കുന്ന അവസ്ഥ, അതാണ് അഹങ്കാരത്തിന്റെ ഭാഗം. ആ ഭാഗമാണ് യഥാർത്ഥത്തിൽ ഇവിടെ മറ്റൊന്ന്. മൂന്നാമതൊരു സംഗതി നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട സംഗതി, ഈ മനുഷ്യന്റെ മനസ്സിലുള്ള അദ്ദേഹത്തിന്റെ പൂർവ്വകാല ചരിത്രവും വെച്ചൊക്കെ എടുത്തു നോക്കുമ്പോൾ പത്രങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്, ഞാൻ എന്ത് ചെയ്താലും അതിനെ പിന്തുണക്കാൻ എന്റെ പണം എന്റെ കൂടെ ഉണ്ടാകുമെന്ന ആ ഒരു തോന്നലാണ്. ഞാൻ എന്ത് ചെയ്താലും എന്നെ പിന്തുണക്കാൻ എന്റെ പണം എനിക്ക് കൂടെ ഉണ്ടാവും, എന്റെ സ്വാധീനം കൂടെ ഉണ്ടാവും എന്നുള്ള മനുഷ്യന്റെ ഒരു ധാരണ, ഇത് യഥാർത്ഥത്തിൽ മനുഷ്യനെ അഹങ്കാരിയാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മളെടുക്ക് പണം കൂടെ ഉണ്ടാവും, എന്റെ പണം കൊണ്ട് എന്ത് നേടാൻ കഴിയും എന്ന് വിചാരിക്കുന്ന ആളുകളൊന്നും നമ്മളെ കൂട്ടത്തില്, നമ്മളെ നാട്ടിലൊന്നും അത്ര വലിയ പണക്കാരോ അത്ര വലിയ അഹങ്കാരികളായ പണക്കാരൊന്നും നമ്മളെ നാട്ടിലൊന്നും ഉണ്ടാവില്ല. എന്നാലും നമ്മളെ ഇടയിലുള്ള അതുമായി ബന്ധപ്പെട്ട ചില സംഗതികളുണ്ട്. ഞാൻ എന്ത് ചെയ്താലും സാരല്ല, അതിനെ തുണക്കാൻ എനിക്ക് എന്റെ കൂട്ടുകാരുണ്ടാവും എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്, എനിക്കെന്റെ കുടുംബക്കാരുണ്ടാവും എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്, എനിക്കെന്റെ പാർട്ടി ഉണ്ടാവും എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്, എനിക്കെന്റെ ഗ്രൂപ്പ് ഉണ്ടാവും എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ മേൽ പറഞ്ഞ സ്വഭാവത്തിന്റെ മറ്റൊരു ഭാഗം മാത്രമാണ്. കൂട്ടുകാര്, അതുപോലെ നാട്ടുകാര്, അതുപോലെ പാർട്ടി, അതുപോലെ കുടുംബം അല്ലെങ്കിൽ ബന്ധുക്കള്, തന്റെ മറ്റുള്ള ആളുകൾ ഞാൻ എന്ത് ചെയ്താലും അതിന് കൂടെ നിൽക്കും. അത് നമ്മുടെ ഒരു സ്വഭാവമായി മാറിയിട്ടുണ്ട്. നമ്മുടെ മക്കൾ എന്ത് ചെയ്താലും ശരി, യാതൊരു പ്രശ്നമില്ല, അതിന് ഞാൻ എന്ത് തന്നെ ആയാലും അതിന് സപ്പോർട്ടാണ്. ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലേ ഞാൻ അതിന്റെ കൂടെ നിൽക്കും എന്ന് നിൽക്കുന്ന രീതി. എന്റെ പാർട്ടിക്കാരൻ എന്ത് ചെയ്താലും ഒരു പ്രശ്നമില്ല, അതിന് എന്റെ പാർട്ടിക്കാരുണ്ടാവും, എന്റെ കൂട്ടുകാരുണ്ട് എന്റെ കൂടെ. അങ്ങനെ ആളുകളുണ്ട്. ഞാൻ എന്ത് വേണ്ടാത്തരം ചെയ്താലും എന്റെ കൂട്ടുകാരുണ്ട്, അവരെന്നെ വരും, സംരക്ഷിക്കും, അവരെന്റെ കൂടെ വന്ന് അവർക്ക് എന്നെ വേണ്ട രീതികൾ ചെയ്യും. ഈ മനോഭാവം നമ്മളിലുണ്ട്. അതിന്റെ ഒരു മറ്റൊരു രൂപമാണ് ആ പണക്കാരന്റെ മനസ്സിലുണ്ടായിരുന്നത്. ഞാൻ എന്ത് ചെയ്താലും എന്റെ പണമുണ്ട് എന്റെ കൂടെ, സ്വാധീനമുണ്ട് എന്റെ കൂടെ എന്നൊരു തോന്നല്. അപ്പൊ ഇത് ഇതിനാണ് യഥാർത്ഥത്തിൽ അസബീയത്ത് എന്ന് പറയാം. ഇതൊരു അസബീയത്താണ്. പക്ഷപാതം അല്ലെങ്കിൽ സംഘബോധത്തിൽ നിന്നുണ്ടാകുന്ന ഒരു സങ്കുചിതമായ ചിന്ത. ഈ അസബീയത്തിനെ പരിശുദ്ധ ഇസ്ലാം വളരെ ശക്തമായി വിരോധിച്ചിട്ടുണ്ട്. ജാഹിലിയ കാലത്തുണ്ടായിരുന്നത് ഈ അസബീയത്താണ്. ഉൻസുർ അഹാക ളാലിമൻ ഔ മദ്ലൂമൻ, അങ്ങനെയായിരുന്നു പണ്ട് കാലത്തുണ്ടായിരുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലത്തുണ്ടായിരുന്ന ജനങ്ങളുടെ മനോഗതി അതായിരുന്നു. ഉൻസുർ അഹാക ളാലിമൻ ഔ മദ്ലൂമൻ, നിന്റെ സഹോദരനാണോ, നിന്റെ ഗ്രൂപ്പുകാരനാണോ, നിന്റെ കബീലയിൽപ്പെട്ടവനാണോ, നിന്റെ കുടുംബത്തിൽപ്പെട്ടവനാണോ, നിന്റെ ഫ്രണ്ടാണോ എങ്കിൽ അവനെ നീ സഹായിച്ചോളണം. ളാലിമൻ ഔ മദ്ലൂമൻ, അവൻ അക്രമിയാണെങ്കിലും ശരി, അക്രമത്തിന് വിധേയനാണെങ്കിലും ശരി,
അങ്ങനെ സഹായിച്ചോളണം എന്നുള്ളൊരു തത്വമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വരുന്നതിന്റെ മുമ്പ് ജാഹിലിയ കാലത്തുണ്ടായിരുന്നത്. അതിന്റെ പേരാണ് അസബിയത്ത് എന്ന്. അതിനെപ്പറ്റിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, ലൈസ മിന്നാ മൻ ദഅ ഇലൽ അസബിയത്തി, ഈ അസബിയത്തിലേക്ക്, ഈ സങ്കുചിതത്വത്തിലേക്ക്, സംഘബോധത്തിലേക്ക് ക്ഷണിക്കുന്നവൻ നമ്മളിൽപ്പെട്ടവനല്ല. വലൈസ മിന്നാ മൻ ഖാതല അലാ അസബിയത്തിൻ, ഈ അസബിയത്തിന് വേണ്ടി പോരാടുന്നവൻ നമ്മളെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. വലൈസ മിന്നാ മൻ മാത അലാ അസബിയത്തിൻ, ഈ അസബിയത്തിന് വേണ്ടി പോരാടി മരിച്ചുപോയാൽ അവൻ ഒരിക്കലും നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു ഈ അസബിയത്ത് എങ്ങനെയാകണം? റസൂലുള്ളാഹി പറഞ്ഞു, ഉൻസുർ അഖാക ളാലിമൻ ഔ മദ്ലൂമൻ, അക്രമിയാണെങ്കിലും ആക്രമിക്കപ്പെട്ടവനാണെങ്കിലും നിന്റെ സഹോദരനെ നീ സഹായിക്കണം എന്നൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ സഹാബാക്കൾ ചോദിച്ചു, ആക്രമിക്കപ്പെട്ടവനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, എന്താ നബി അക്രമിനെ സഹായിക്കുക എന്ന് പറയുന്നത്? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഫകൈഫ നസ്റുഹു ളാലിമൻ, അക്രമിയായിരിക്കുമ്പോൾ എങ്ങനെയാ ഞങ്ങൾ അവനെ സഹായിക്കുക എന്ന് സഹാബാക്കൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, റസൂലുള്ളാഹി പറഞ്ഞു, തഖുദുഹു മിൻ ഫൗഖി യദൈഹി, അവന്റെ കൈ പിടിച്ചു വെക്കണം, അതാണ് നിങ്ങൾ സഹായിക്കേണ്ടത്. അവന്റെ കൈ പിടിച്ചു വെക്കാൻ കഴിയണം. അല്ലാതെ അവന്റെ കൈ മറ്റുള്ളവനെ തല്ലുമ്പോ നമ്മളും പോയിട്ട് മറ്റുള്ളവരെ തല്ലല്ല ചെയ്യേണ്ടത്. അവൻ അക്രമമായിക്കൊണ്ട് മറ്റൊരാളെ തല്ലുകയോ ചീത്ത പറയുകയോ മറ്റുള്ളവരെ എന്തെങ്കിലും ഭത്സിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളും കൂടെ കൂടിയിട്ട് അവന്റെ ഫ്രണ്ടാണ്, അത് എന്റെ മകനാണ്, എന്റെ കൂട്ടുകാരനാണ്, എന്റെ നാട്ടുകാരനാണ്, എന്റെ ഗ്രൂപ്പാണ്, എന്റെ രാഷ്ട്രീയക്കാരനാണ് എന്ന് വിചാരിച്ച് അവന്റെ കൂടെ അല്ല വേണ്ടത്. മറിച്ച് അവന്റെ കൂടെ ഉണ്ടാകേണ്ടത് അവന്റെ കൈ പിടിക്കാൻ അവന് കഴിയണം, അവനതിനെ പിന്തിരിപ്പിക്കാൻ കഴിയണം, അവൻ അതിനെ നിന്ന് ഇല്ലാതെയാക്കാൻ കഴിയണം. അതാണ് അവനെ സഹായിക്കൽ, അതാണ് അക്രമിനെ സഹായിക്കുക എന്ന് പറയുന്നത്. ഈ ഒരു സഹായബോധം നമ്മളിൽ ഉണ്ടാകണം. നമ്മളെ കൂട്ടുകാർ, എല്ലാ മനുഷ്യന്മാരും ഒരേ രൂപമാവില്ലല്ലോ, പല രീതിയിലായിരിക്കും. എല്ലാ മനുഷ്യന്മാരും, നമ്മളെ മക്കള്, കൂട്ടുകാര്, പാർട്ടിക്കാര്, അവരൊക്കെ തെറ്റ് ചെയ്യും. ആ തെറ്റിനെയൊക്കെ നമ്മൾ അതിനെ കുടപിടിക്കാൻ നിൽക്കാൻ പറ്റൂല. അതൊരു ഇസ്ലാമിക മനസാക്ഷിക്ക് യോജിക്കുന്ന ഒരു കാര്യമല്ല എന്നാണ് ഇസ്ലാം നമ്മോട് പഠിപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെപ്പറ്റി പറഞ്ഞത് ദഅഉഹാ ഫഇന്നഹാ മുൻതിനത്തുൻ എന്നാണ്. കൈയൊഴിക്കണം ഈ മനോഭാവം, ഫഇന്നഹാ മുൻതിനത്തുൻ, നാറുന്ന സ്വഭാവമാണത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതാണ് നമ്മളെ പല തെറ്റുകൾക്കും പ്രേരിപ്പിക്കുന്ന സംഗതി. ഞാൻ എന്ത് ചെയ്താലും അതിനെന്നെ സപ്പോർട്ട് ചെയ്യാൻ എന്റെ പണമുണ്ട് എന്നൊക്കെ തോന്നുന്ന രീതിയിൽ ഈ മനുഷ്യനെ പറ്റിയ ഒരു ഭാഗം അതായിരിക്കാം. എന്റെ പണം ഞാൻ എന്ത് ചെയ്താലും അതിനെനിക്ക് സപ്പോർട്ടായിട്ടുണ്ട് എന്ന ചിന്തയായിരിക്കും അതുണ്ട്. നാലാമത്തെ സംഗതി, അയാളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, വ്യർത്ഥമായ പൊങ്ങച്ചം. അദ്ദേഹത്തിന്റെ സംബന്ധിച്ച് നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ ലോകത്തിറങ്ങുന്ന ഏറ്റവും മുന്തിയ കാറുകൾ അത് മുഴുവൻ വാങ്ങിക്കൂട്ടി അതിന്റെ കൂടെ ഫോട്ടോ എടുത്ത് ആ ഫോട്ടോ ഫേസ്ബുക്കിൽ അങ്ങനെ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു ക്രൈസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ലോകത്തിലെ ഏറ്റവും വലിയ റോൾസ് റോയ് ആണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ ഫെറാറി ആണെങ്കിൽ അങ്ങനെ ഏതൊക്കെ ലോകത്ത് വലിയ കോടികൾ വിലയുള്ള കാറുകളുണ്ടോ ആ കാറുകൾ വാങ്ങുക. തനിക്ക് ആവശ്യം ഉണ്ടായിട്ടല്ല, ഒരു മനുഷ്യനും ഒരു കുടുംബത്തിനും ജീവിക്കാൻ ആവശ്യമുള്ള കാറും അതിന് ഒക്കെ ഒരു കണക്കുണ്ടല്ലോ. പക്ഷെ തന്റെ കയ്യിൽ പണമുണ്ട്, കോടികളുണ്ട്. ആ കോടികളെ കൊണ്ട് നമുക്ക് ആവശ്യമില്ലെങ്കിലും മറ്റു പല പൊങ്ങച്ചത്തിനും വേണ്ടി ധാരാളമായി വാങ്ങുക. നമ്മളെ കയ്യിൽ, പല ആൾക്കാരുടെ കയ്യിലും കാറൊന്നും വാങ്ങാൻ പൈസ ഉണ്ടാവില്ല, കോടിക്കണക്കിനൊന്നും ചെലവാക്കാൻ ആവശ്യമുണ്ടാവില്ല. ആവശ്യമില്ലാതെ പൊങ്ങച്ചത്തിന് വേണ്ടി എന്തെല്ലാം നമ്മൾ വാങ്ങിക്കൂട്ടുന്നുണ്ടാവും. നമ്മുടെ വീടുകളിൽ നമ്മുടെ ഡ്രസ്സ്, ഇങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ ആലോചിച്ച് നോക്കണം. ഇതൊക്കെ ഈ ഒരു മനോഭാവത്തിന്റെ ഭാഗമാണ്. ഇതൊക്കെ ഈ മനോഭാവമാണ്. ഒരു പൊങ്ങച്ചത്തിന് വേണ്ടി ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാരിക്കൂട്ടി ആളുകളുടെ മുമ്പിൽ എങ്ങനെയുണ്ട് എന്ത് കാണിക്കാനുള്ള ആ രീതിയിലുള്ള ഒരു മനോഭാവം, ആ മനോഭാവം യഥാർത്ഥത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മനോഭാവമാണ്. നമുക്ക് ആവശ്യമുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആവശ്യമുള്ളത് ഉപയോഗിക്കാനും അത് ആസ്വദിക്കാനും നമുക്ക് അനുവാദം നൽകിയിട്ടുണ്ട്. ഈ ഫിറഔന്റെ കാലത്തുണ്ടായിരുന്ന ഒരു വലിയ പണക്കാരനെ പറ്റി പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടല്ലോ. കാറൂനെ സംബന്ധിച്ച് പറഞ്ഞു തരുന്നുണ്ട്. ആ കാറൂനെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നത് എന്താണ്? അദ്ദേഹത്തിന്റെ അത്ര വലിയ പണക്കാരൊന്നും ഇപ്പോ ഈ കാലത്ത് ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റൂല. അദ്ദേഹത്തെ പറ്റി പറഞ്ഞു, ഇന്ന കാറൂന കാന മിൻ ഖൗമി മൂസ ഫബഗാ അലൈഹിം വആതൈനാഹു മിനൽ കുനൂസി മാ ഇന്ന മഫാത്തിഹു ലതനൂ ബിൽ ഉസ്ബ. വലിയ ഒട്ടകക്കൂട്ടങ്ങൾ ആ കാലഘട്ടങ്ങളിലൊക്കെ തന്റെ ഖജനാവുകൾ താക്കോലിട്ട് പൂട്ടുന്ന കാലമാണല്ലോ. ഇന്ന് അങ്ങനെയൊന്നുമല്ല. ഇന്ന് ബാങ്ക് ഉണ്ട്, മറ്റു പല സംവിധാനങ്ങളുണ്ട്. അന്ന് ഉള്ള സ്വത്തും പണവും ഒക്കെ ഖജനാവുകളിലിട്ട് പൂട്ടുന്ന കാലമാണ്.
ആ കാലഘട്ടത്തിൽ കാറൂന്റെ കയ്യിലുണ്ടായിരുന്ന സ്വത്തിനെ പറ്റി ഖുർആൻ പറയുന്നത് അദ്ദേഹത്തിന്റെ ഖജനാവുകളുടെ താക്കോലുകൾ ഒട്ടകക്കൂട്ടങ്ങൾക്ക് വഹിക്കാൻ മാത്രം ഉണ്ടായിരുന്നു. അപ്പൊ എത്ര വലിയ പണക്കാരനായിരിക്കും അദ്ദേഹം. ഖജനാവിന്റെ താക്കോലുകൾ ഒട്ടകക്കൂട്ടങ്ങൾക്ക് വഹിക്കാൻ മാത്രം ഉണ്ടായിരുന്നു. അതാണ് ഇന്ന മഫാത്തിഹു, അദ്ദേഹത്തിന്റെ താക്കോലുകൾ ലതനൂബിൽ ഉസ്ബതി ഉലി ഖുവ്വത്തിൻ, വലിയ സംഘത്തിന് തന്നെ, അത് വലിയ സംഘം തന്നെ അത് വഹിക്കാൻ മാത്രം അതുണ്ടായിരുന്നു എന്നാണ്. അങ്ങനത്തെ ആൾ കാറൂനോട് പരിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ജനങ്ങൾ പറഞ്ഞത് ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതാണ് ഏത് മനുഷ്യനും ഏത് പണക്കാരനും പണക്കാരനല്ലാത്ത ഏതൊരാളും ആലോചിക്കേണ്ട സാഹചര്യം. വബ്തഗി ഫീമാ ആതാക അല്ലാഹു ദാറൽ ആഖിറ, അള്ളാഹു നിങ്ങൾക്ക് നൽകിയത് എന്താണോ അതുകൊണ്ട് നിങ്ങൾ ദാറുൽ ആഖിറത്ത് തേടണം. അള്ളാഹു പണമാണ് നൽകിയതെങ്കിൽ ആ പണത്തിൽ നിന്ന് പരലോകത്തേക്ക് എന്തെങ്കിലും, പരലോകത്തേക്ക് അത് സമ്പാദിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. നിങ്ങൾക്ക് നൽകിയത് സ്വാധീനമാണെങ്കിൽ ആ സ്വാധീനം കൊണ്ട് പരലോകം നേടാൻ ശ്രമിക്കണം. നിങ്ങൾക്ക് നൽകിയത് രോഗവും കഷ്ടപ്പാടും ദുരിതമാണെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ പരലോകം നേടണം. നിങ്ങൾക്ക് നൽകിയത് സൗന്ദര്യവും ആളുകളുടെ ഇടയിലുള്ള മറ്റു സ്ഥാനമൊക്കെ ആണെങ്കിലോ എങ്കിൽ അതും പരലോകം നേടാൻ നിങ്ങൾ ഉപയോഗിക്കണം. വബ്തഗി ഫീമാ ആതാക അല്ലാഹു ദാറൽ ആഖിറ വലാ തൻസ നസീബക മിന ദുനിയ, ദുനിയാവ് നിങ്ങൾക്ക് അതനുസരിച്ച് നിങ്ങൾക്ക് ദുനിയാവ് ഉപയോഗിക്കാം. ഒരു പണക്കാരന് ദുനിയാവിൽ അള്ളാഹു ഹലാലാക്കിയ കാര്യങ്ങളിൽ അവന് ഉപയോഗിക്കാം, അതനുസരിച്ച് അവന് ജീവിക്കാം, അവന് ആവശ്യമായ രീതിയിൽ സുഖമായി ഈ ഭൂമിയിൽ അവൻ ജീവിക്കാം. അതിന് അള്ളാഹു ഒരിക്കലും അവന് തടസ്സം നിൽക്കുന്നില്ല. അവന്റെ പണമുണ്ട്, ആ പണത്തിനനുസരിച്ച് അവൻ ജീവിക്കാം. പക്ഷേ പരലോകം മറന്നുകൊണ്ട്, അള്ളാഹനെ മറന്നുകൊണ്ട് ജീവിക്കാൻ പാടില്ല. വഹ്സിൻ കമാ അഹ്സനല്ലാഹ്, മറ്റൊരു സംഗതി ചെയ്യേണ്ടത് ആളുകൾക്ക് നന്മ ചെയ്യണം. മനുഷ്യൻ അള്ളാഹ് നിങ്ങൾക്ക് എന്തൊക്കെ നന്മകൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്റെ കൂടെയുള്ള നാട്ടുകാർക്ക്, അതുപോലെ തന്റെ സുഹൃത്തുക്കൾക്ക്, താനുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അവർക്ക് ധാരാളം നന്മകൾ ചെയ്യാം. അങ്ങനെ ജീവിക്കുമ്പോൾ പണക്കാരന്റെ ആ പണത്തിനൊരു പൊലിമയുണ്ടാകും. ഇത്തരം ഇന്ന് നമ്മൾ കണ്ട ഈ രീതിയിലുള്ള അഹങ്കാരത്തിന്റെ ഭാഗമല്ല ഉണ്ടാകുക. എത്ര പണക്കാരുണ്ട്, അവരുടെ പണം പാവപ്പെട്ടവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, നാട്ടിലുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, നാട്ടിന്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന എത്ര പണക്കാരുണ്ട്. ആ രീതിയിൽ വഹ്സിൻ ഇലന്നാസി കമാ അഹ്സനല്ലാഹ്, അള്ളാഹു നിങ്ങൾക്ക് അഹ്സിൻ കമാ അഹ്സനല്ലാഹ്, അള്ളാഹ് നിങ്ങൾക്ക് ഇഹ്സാൻ ചെയ്ത പോലെ, നിനക്ക് നന്മ ചെയ്ത പോലെ ആളുകളോട് നീ നന്മ ചെയ്യണം. വലാ തബ്ഗി ഫിൽ ഫസാദ്, കുഴപ്പം, അക്രമങ്ങൾ, അത് നീ ഒരിക്കലും നാട്ടിലൊരു അക്രമം ഉണ്ടാകരുത്, നാട്ടിൽ ഫസാദ് നീ ഉദ്ദേശിക്കരുത്. ഇന്നല്ലാഹു ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ, ഒരിക്കലും ഫസാദിനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. ഇതാണ് പണക്കാരെ, പണമുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട സംഗതി അതാണ്. നാട്ടിലൊരു കുഴപ്പം എന്നെ കൊണ്ട് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നാട്ടിൽ കള്ളും കഞ്ചാവും മറ്റുള്ളതൊക്കെ കൊണ്ടുവരാൻ തന്റെ പണം ഉപയോഗിക്കാൻ പറ്റൂല. നാട്ടിലെ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി തന്നെ പണം ഉപയോഗിക്കാൻ പറ്റൂല. നാട്ടിലെ ഗുണ്ടകൾ വളർത്താൻ വേണ്ടി നമ്മൾ പണം ഉപയോഗിക്കാൻ പറ്റൂല എന്നൊരു ബോധം പണക്കാർക്കുണ്ടാകേണ്ടതുണ്ട്. നാട്ടിലെ ആളുകൾക്ക് നന്മ എത്തിച്ചു കൊടുക്കാൻ എന്റെ പണം ഉപയോഗിക്കണം, എന്റെ പണം കൊണ്ട് എനിക്ക് പരലോകം നേടണം, എന്റെ പണം മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാകണം എന്ന ഒരു ബോധം ഏത് പണക്കാരനുണ്ടാകണം. അതാണ് നമ്മളുടെ ഈ കഥാപാത്രത്തിന്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടുമ്പോൾ അതല്ലാത്ത രീതിയിലുള്ള പൊങ്ങച്ചവും ആഡംബരവും അതൊക്കെ വ്യർത്ഥമാണ്, അർത്ഥമില്ലാത്ത സംഗതികളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മറ്റൊരു സംഗതി കൂടി നമ്മൾ ഇതിൽ ആലോചിക്കേണ്ടതുണ്ട്. ഈ പൊങ്ങച്ചത്തിന്റെ ഒരു ഭാഗമാണ് അദ്ദേഹത്തെ പറ്റി ഇതിൽ വായിക്കണ്ടായി. 9 വയസ്സുള്ള തന്റെ മകനെ കൊണ്ട് അദ്ദേഹത്തിന്റെ പിറന്നാൾ ദിവസം 3.5 കോടി രൂപ വിലയുള്ള കാർ ഓട്ടിച്ചു എന്നാണ്. എന്നിട്ടത് യൂട്യൂബിലിട്ട്. അതുപോലെ 9 വയസ്സുള്ളത് അത് പിന്നെ ഒരു കേസും കാര്യവും അതിനെപ്പറ്റി എടുത്തൊക്കെ. കാരണം ഒരു കുട്ടിയെ 9 വയസ്സുള്ള ഒരു കുട്ടിയെ കാർ ഓടിക്കാൻ കൊടുക്കാൻ പാടില്ല. 18 വയസ്സുള്ള കുട്ടിക്ക് കാർ ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ 9 വയസ്സുള്ള കുട്ടിക്ക് തന്റെ പിറന്നാൾ ദിവസം 3.5 കോടി വിലയുള്ള ഫെറാറി കാർ ഓടിച്ചു, എന്നിട്ട് യൂട്യൂബിലിട്ട്, എന്നിട്ട് അതിങ്ങനെ കണ്ട് ആസ്വദിക്കുക. എന്റെ മോൻ കണ്ടില്ലേ കാർ ഓടിച്ചിങ്ങനെ പോകുന്നത് എന്ന് ഒരു വ്യർത്ഥമായ പൊങ്ങച്ചത്തിന്റെ ഭാഗം. അത് അദ്ദേഹത്തിന്റെ പണത്തിനനുസരിച്ച് അയാൾ ചെയ്തൊരു കാര്യമാണ്. നമ്മളോ അതുപോലെ തന്നെയാണ്. പലപ്പോഴും ചെറിയ ആക്റ്റീവ ബൈക്ക് 10 വയസ്സോ 5 വയസ്സായ കുട്ടിയൊക്കെ നമ്മൾ ഓടിക്കാൻ കൊടുക്കില്ലേ. നമ്മളെടുക്ക് ഫെറാറിയോ അതല്ലെങ്കിൽ നമ്മളെടുക്കല് റോൾസ് റോയിൽ നിന്ന് വാങ്ങാൻ പൈസ ഇല്ലാത്തതുകൊണ്ടാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ ആ പണമുണ്ട്. അതിന്റെ അതേ മനോഭാവമാണ് യഥാർത്ഥത്തിൽ. അതിന്റെ മറ്റൊരു മനോഭാവമാണ് നമ്മളെ ചെറിയ കുട്ടികൾക്ക് 10 വയസ്സും 5 വയസ്സും അല്ലെങ്കിൽ 12ഉം 13 വയസ്സായ കുട്ടികൾക്ക് ബൈക്ക് ഓടിക്കാൻ കൊടുക്കുന്നത്, കാർ ഓടിക്കാൻ കൊടുക്കുന്നത്, വാഹനം ഓടിക്കാൻ കൊടുക്കുന്നത്. അത് കൊടുക്കാൻ പാടില്ല. അത് നേരത്തെ പറഞ്ഞ ആ മനുഷ്യന്റെ അതേ മനോഭാവം നമ്മുടെ മനസ്സിലുള്ളതാണ്.
നമ്മുടെ മനസ്സിൽ പണം കുറവായതുകൊണ്ട് ഉള്ളതുകൊണ്ട് നമ്മൾ ആ രീതി ചെയ്യുന്നത്. അയാളുടെ മനസ്സിൽ ഒരുപാട് പണം ഉള്ളതുകൊണ്ട് അയാളത് ചെയ്യുന്നത്. അപ്പൊ നിയമലംഘനം എന്നുള്ളത് അത് വളരെ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. നാട്ടിൽ 18 വയസ്സായ കുട്ടികളെ വാഹനം ഓടിക്കാൻ പറ്റുള്ളൂ എന്ന് നിയമം വെച്ചത് എന്തിനാണ്? അത് എല്ലാവരുടെയും നന്മക്ക് വേണ്ടിയാണ്, ആ കുട്ടികളുടെയും നന്മക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ പറഞ്ഞത് 18 വയസ്സിന് താഴെയുള്ള കുട്ടി വാഹനം ഓടിച്ചാൽ ആ കുട്ടിനെയല്ല പിടിക്കുക, ആ കുട്ടിന്റെ രക്ഷിതാവിനെയാണ് പിടിക്കുക. അതൊക്കെ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയ നിയമമാണല്ലോ. അപ്പൊ അത്തരം നിയമങ്ങൾ പാലിക്കാൻ നമ്മൾ എപ്പോഴും ബാധ്യസ്ഥരാണ്. എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കിയ സാമൂഹ്യ നിയമങ്ങൾ അത് ലംഘിക്കാൻ പറ്റൂല. അതിന് നമ്മളെ മോൻ അതിങ്ങനെ ഓട്ടുമ്പോ അവനെങ്ങനെ ഉഷാറായിട്ട് പറയാനും അവനൊന്ന് വേറെ രീതിയിൽ മറ്റുള്ളവരുടെ മുമ്പിൽ കണ്ടില്ല എന്റെ മോൻ ഓട്ടുന്നത്, കാർ ഓട്ടുന്നുണ്ടല്ലോ, 9 വയസ്സായിട്ടുള്ളവന് 10 വയസ്സായിട്ടുള്ളൂ, അല്ലെങ്കിൽ ബൈക്ക് ഓട്ടുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞ് അതില് വ്യർത്ഥമായ ചില അഹങ്കാരത്തിന്റെ ഭാഗം അതിലുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ പത്രവായനം ഇങ്ങനൊക്കെ വായിക്കുമ്പോൾ മറ്റുള്ള അയാളെ പറ്റി മാത്രം ആലോചിക്കാതെ നമ്മളിലേക്കും അതിന്റെ ശാഖകൾ ഏത് രീതിയിൽ കടന്നു വരുന്നു എന്ന് നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ആ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി അതിന്റെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കുക. ഈ സന്ദർഭത്തിൽ നമ്മൾക്ക് വളരെ നന്ദിയോടുകൂടി, അള്ളാഹുവോട് നന്ദിയോടുകൂടി ഓർക്കേണ്ട ഒരു സംഗതിയുണ്ട്. അതാണ് ഡൽഹിയിലെ ഒരു പാർട്ടിയുടെ വിജയം. ആ പാർട്ടി ഏതോ എന്നുള്ളതല്ല നമ്മളവിടെ ആലോചിക്കേണ്ടത്. ഏത് പാർട്ടി വിജയിച്ചാലും അവിടെ തോറ്റ് നിൽക്കുന്ന അഥവാ അവിടെ കേന്ദ്ര ഭരണം ഹൈന്ദവ തീവ്രതയിലേക്ക് പോകുമോ എന്ന് ന്യൂനപക്ഷങ്ങൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ എന്താ ഇപ്പം നമ്മൾക്കിനി രക്ഷ ഉണ്ടോ? ഇതെങ്കിലൊക്കെയാണല്ലോ കേന്ദ്രത്തിൽ വന്നത്. എല്ലാ സ്ഥലങ്ങളിലും ഈ രീതിയിൽ തീവ്രമായ ഹൈന്ദവതയും അതുപോലെ തന്നെ വർഗീയതയും ഇന്ത്യ മുഴുവൻ ആളിപ്പടരുകയാണോ എന്ന് നമ്മളൊക്കെ പേടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇല്ല. ഇന്ത്യ രാജ്യത്ത് ജനങ്ങൾ ആ രീതിയിലൊന്നും ആയിട്ടില്ല എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയ ഒരു സംഭവമാണ്. അൽഹംദുലില്ലാഹ് എന്ന് പറയേണ്ട സംഭവമാണ്. വാസ്തവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പല ആളുകൾ ഈ IS-ന്റെയും ഇസ്ലാമിക് സ്റ്റേറ്റിന്റെയും ഒക്കെ എന്തെങ്കിലും റിപ്പോർട്ട് കാണുമ്പോഴേക്ക് അതിനാകെ ലൈക്ക് അടിച്ചുകൊണ്ടും അതിനാകെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊക്കെ സംസാരിച്ച് നമ്മുടെ നാട്ടിലെ ഹിന്ദുക്കളായ ആളുകളെ അമുസ്ലിങ്ങളായ ആളുകളെ മുഴുവൻ ഒരു ചേരിയാക്കി എഴുതുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്ത്യ രാജ്യത്ത് ഈ മതേതരത്വവും ജനാധിപത്യവും നിലനിർത്തുന്നതിൽ ഏറ്റവും സുപ്രധാനമായ പങ്ക് വഹിക്കുന്നത് ഹിന്ദു സഹോദരന്മാരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ആ ആളുകൾ ഭൂരിപക്ഷം വരുന്ന അവർക്ക് ഈ മനോഗതി, ഈ തരത്തെ തീവ്രതയുടെ മനോഗതി ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും അത് ഇന്ത്യ രാജ്യത്തിന് എന്തൊരു വലിയ അപകടമാകുമായിരുന്നു. അങ്ങനെ തീവ്രമായ അത്തരമൊരു മനോഗതി നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾക്ക് ഇല്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. തീർച്ചയായും അത് നമ്മളെ വളരെ സന്തോഷിപ്പിക്കേണ്ട ഒരു സംഗതിയാണ്. അതിലെ പാർട്ടി വിജയമല്ല, അത് വളരെ സന്തോഷിക്കേണ്ട ഒരു സംഗതിയാണ്. ഇന്ത്യ രാജ്യത്തെ ഹിന്ദുക്കൾ അവർ നല്ലവരാണെന്നും അവർ ജനാധിപത്യത്തിലും മതേതരത്വത്തിലും വിശ്വസിക്കുന്നവരാണ് എന്നും അതുകൊണ്ട് തന്നെ അവരെ ഒക്കെ കൂടി ഒരു തീവ്രതയുടെ ഒരു വലിയ മുനമ്പിലേക്ക് വലിച്ചെറിയുന്ന രീതിയിലുള്ള പ്രതികരണം നമ്മുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഹിന്ദുക്കളുടെ കൂട്ടത്തിലുണ്ട്, മുസ്ലിങ്ങളുടെ കൂട്ടത്തിലും, എല്ലാവരുടെ കൂട്ടത്തിലുണ്ട് തീവ്രവാദികളും കൊള്ളരുതാത്ത ആളുകളും എല്ലാ അക്രമത്തിന്റെയൊക്കെ എല്ലാത്തിനും ചൂട്ടുപിടിക്കുന്ന ആളുകൾ. അത് എല്ലാവരുടെ കൂട്ടത്തിലുണ്ട്. മുസ്ലിങ്ങളുടെ ഇടയിലും അങ്ങനെ ഉണ്ട്, ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റൂല. അതുപോലെ തന്നെ ഹിന്ദുക്കളുടെ കൂട്ടത്തിലും ആ രീതിയിലുണ്ട്, ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിലും ആ രീതിയിലുള്ള ആളുകളുണ്ട്, തീവ്രവാദികളായ ആളുകൾ, വർഗീയവാദികളായ ആളുകളുണ്ട്. എന്നാൽ എല്ലാവരും അങ്ങനെയല്ല, ബഹുഭൂരിപക്ഷം ആളുകൾ അങ്ങനെയല്ല എന്ന പരമാർത്ഥം നമ്മെ ബോധ്യപ്പെടുത്തിയ ഒരു സംഭവം. അതിന് ആ ഒരു വില നമ്മൾ അതിന് നൽകേണ്ടതുണ്ട്. അത് അള്ളാഹുവിന് ശുക്ർ ചെയ്യേണ്ട ഒരു സംഗതിയാണ്. അൽഹംദുലില്ലാഹ് എന്ന് പറയേണ്ട ഒരു സംഗതിയാണ്. ഇന്ത്യ രാജ്യത്തിലെ നമുസ്ലിങ്ങളായ ആളുകൾ ഈ രീതിയിൽ ചിന്തിക്കുന്നവരാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയതാണ്. ഡൽഹിയിലത്തെ ഒരു കാര്യമാണെങ്കിലും അത് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ആ രീതിയിൽ ഒരു മനോഭാവം, ആ ജനാധിപത്യ മതേതരത്വ മനോഭാവം നിലനിൽക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കണം. അത് നിലനിൽക്കുമ്പോഴേ മുസ്ലിങ്ങളായ നമ്മൾക്ക് നമ്മുടെ മതപ്രബോധനവുമായും നമ്മുടെ ഇബാദത്തുകളുമായും നമ്മുടെ മറ്റു ദൗത്യങ്ങളുമായും മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു തിരിച്ചറിവ് നമ്മളിൽ ഉണ്ടാകേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.